ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം. യോഹന്നാൻ 4:23. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യ ആരാധനയുടെ പൊരുൾ കർത്താവ് ശമരിയാക്കാരുമായുള്ള സംഭാഷണത്തിൽ വെളിവാക്കുന്നു. അപ്പോൾ ഒരു സത്യ ആരാധനയുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്ന വേദഭാഗമാണിത്. മശിഹ എന്ന ക്രിസ്തു വരുമ്പോൾ സകലവും പഠിപ്പിച്ചു തരുമെന്ന് ശമരിയാക്കാരി സ്ത്രീ കർത്താവിനോട് പറയുന്നത് 25-ാം വാക്യത്തിൽ കാണാം. തുടർന്ന് കർത്താവ് അവളോട് താനാണ് മശിഹ എന്ന് വ്യക്തമാക്കുന്നു എന്ന് 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. മശിഹ ആകുന്ന ക്രിസ്തു യേശുവിൻ്റെ ആളത്വത്തിലൂടെയാണ് സത്യാരാധന എന്താണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ആരാധന എവിടെ നടത്തണമെന്ന് യഹൂദരും ശമരിയരും തമ്മിലുള്ള തർക്കമാണ് യേശുവും ശമരിയക്കാരും തമ്മിലുള്ള സംവാദത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ശമരിയരും യഹൂദരും പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹ താനാണെന്നും തനിക്കാണ് അത് സംബന്ധിച്ചുള്ള അവസാന വാക്കിന് അധികാരമെന്നും യേശു വ്യക്തമാക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ഉയർത്തപ്പെടുന്ന സമയമാണ് നാഴിക എന്ന വാക്കുകൊണ്ട് യോഹന്നാന്റെ ദൈവശാസ്ത്രം അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ മനുഷ്യർക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ പുതിയ പാതകൾ വെട്ടിത്തുറക്കും. യേശുക്രിസ്തുവാകുന്ന മശിഹായിലൂടെയുള്ള ദൈവബന്ധമാണ് സത്യ ആരാധനയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ എന്താണ് സത്യ ആരാധന? ഒന്ന്, സത്യ ആരാധന എന്നത് സ്ഥല കേന്ദ്രീകൃതമായ ആരാധന എന്നതിനേക്കാൾ സർവസാന്നിധ്യമുള്ള ദൈവത്തെ എല്ലായിടത്തും അനുഭവിക്കുന്നതാണ്. യെരുശലേം യഹൂദരുടെ ദേവാലയ സ്ഥാനവും ഗരിസീം മല ശമരിയരുടെ ആരാധന സ്ഥലവുമായിരുന്നു. ശമരിയക്കാരി തനിക്ക് ലഭ്യമായിരുന്ന മതബോധമനുസരിച്ച് ഗരിസീം മലയായിരുന്നു ദൈവിക സാന്നിധ്യമുള്ള ഇടം എന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശു അവളോട് പറയുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല ദൈവത്തെ ആരാധിക്കുന്നത് എന്നുള്ള നാഴിക അത് വ്യക്തമാക്കപ്പെടാൻ പോകുന്നു എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. ദൈവം കുടികൊള്ളുന്ന ദൈവസ്ഥാനം എന്ന ദേവാലയ സങ്കല്പത്തിന് പൊളിച്ചെടുത്താണ് യേശു നൽകുന്നത്. ദേവാലയം യാഗം നടക്കുന്ന ആയിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരയാഗം പാളയത്തിന് പുറത്ത് സംഭവിക്കുന്നതിനാലും തൻ്റെ ആത്മാവിനെ സകലരുടെ മേലും പകർന്നു നൽകുന്നതിനാലും സത്യ ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലം കൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരിടത്താണ് ദൈവസാന്നിധ്യം എന്ന ആ ഒരു യഹൂദ ശമരിയ വിശ്വാസങ്ങൾക്ക് അതീതമായി കർത്താവ് ദൈവത്തിൻ്റെ സർവ്വസാന്നിധ്യത്തെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നു. കാലത്തികവിങ്കൽ ആവിർഭവിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നവ യെരുശലേമിലും മന്ദിരം തന്നെ കാണപ്പെടുന്നില്ല എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമായി നമ്മുടെ ശരീരങ്ങൾ രൂപം പ്രാപിക്കുകയും ചെയ്യും. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമങ്ങളായി മർത്യ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്ന വെല്ലുവിളിയാണ് സത്യ ആരാധന നൽകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു മറ്റൊരു കാര്യം, സത്യാരാധന ആത്മാവിലും സത്യത്തിലുമാണ് നിറവേറ്റപ്പെടുക. ദൈവം ആത്മാവാകുന്നു. ദൈവം ഒരു പ്രത്യേക സ്ഥലത്തിലോ വസ്തുവിലോ പരിമിതപ്പെടുന്നില്ല.
ആത്മാവിലൂടെ ദൈവം സർവ്വവ്യാപിയായി സകല ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ സകല ഇടങ്ങളിലും ദൈവ സാന്നിധ്യം അറിയുകയും ദൈവാവബോധത്തിൽ വിശുദ്ധിയോടെ നടക്കുകയും ചെയ്യും. അവരുടെ ജീവന ഇടങ്ങളെല്ലാം ആരാധന ഇടങ്ങളായി മാറുകയും വ്യവഹാരിക ഇടങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ ദൈവബോധത്തിൻ്റെ ആവിഷ്കാരമാകുകയും ചെയ്യും. യേശു താൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞല്ലോ. സത്യം യേശുവാണെങ്കിൽ യേശുവിൽ ജീവിക്കുന്നവർക്കാണ് സത്യാരാധന നടത്താൻ കഴിയുന്നത്. സത്യനമസ്കാരികൾ സത്യത്തിൽ ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സത്യാരാധന ഒരിക്കലും ഉതിർന്നു പോകാത്ത ദൈവാവബോധവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സത്യസന്ധമായ ജീവിതചര്യയുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരാധനയിടങ്ങൾ വേർതിരിക്കപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങൾ എന്ന ഉന്നത ദർശനത്തിൻ്റെ പേരിൽ മറ്റുള്ള ഇടങ്ങളിൽ ദൈവത്തെ മറക്കുന്നതിനുള്ള പ്രവണത നമ്മിൽ ഉണ്ടാകരുത്. നമ്മുടെ ഭൗതിക ഇടപാടുകൾ ദൈവസാന്നിധ്യ ബോധത്തിലാണോ നടക്കുന്നത് എന്ന് ചിന്തിക്കണം. വചനത്തിൻ്റെ പൊരുൾ നമ്മുടെ ജീവിത ദർശനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ആത്മാവിലുള്ള ആരാധന എന്നതിനെ കേവല വൈകാരികതയിൽ ഒതുക്കി നിർത്തിയിട്ട് സത്യത്തെ നിഷേധിക്കുന്ന ജീവിത ശൈലി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ അടിയങ്ങളെ കാത്ത് സൂക്ഷിച്ചുവല്ലോ. ഉറക്കവും ഉണർവും ദാനമായി നൽകിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ നിറസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലായിടത്തും നിങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ കർത്താവെ ഭയത്തോടും ബഹുമാനത്തോടുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ അതുല്യമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ആലോചന നൽകുകയും ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.